അവിടുത്തെ രണ്ടാമതൊരു കൊച്ചു വേണമെന്ന് പറഞ്ഞു മടുത്ത്. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. ഇപ്പൊ സൗന്ദര്യം പോകുന്നു വെച്ചിട്ടാണോ ജോലിയുടെ കാര്യമാണോ ദൈവത്തിന് എന്നെ അറിയാം. അത് ചേച്ചി പറഞ്ഞത് കാര്യം. ഇന്നത്തെ കാലത്ത് ഒന്നിനൊന്നും കൂടി കൂട്ട് വേണ്ടേ? അവനാണെങ്കിൽ അവള് പറയണതിന്റെ അപ്പുറം ഇല്ല. പെൺകുഞ്ഞ് എടാ, 2 കുഞ്ഞുങ്ങളായ അവരെ നോക്കാൻ പാങ്ങില്ലാത്തവരാണോ നമ്മള്? ഇല്ലെങ്കിൽ അവള് ജോലിക്ക് പോയിട്ട് വേണം വീട്ടിൽ ചെലവ് നടത്താൻ. പറയുമ്പോ അവള് കേക്കും. എടാ, നല്ല പ്രായത്തിൽ ഒരു കുഞ്ഞുണ്ടായ അവക്ക് ജോലിക്ക് പോയോ എവിടെ വേണമെങ്കിലും പോവാലോ. ജോലിക്ക് പിന്നെ പോവാതെ ആര്യ ഇപ്പോഴും 2ാമത് ഗർഭിണിയല്ലേ? അതെ, അത് ഞാൻ ജോലിക്ക് പോകാൻ തമ്മിൽ എന്താ ബന്ധം? അതുപോലെ നമുക്ക് 2ാമത്. ശ്രീ, നീ ഇതെങ്ങോട്ടാ പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നാമതേ നിങ്ങളുടെ അമ്മയുടെ ചൊറി കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ തുടങ്ങല്ലേ. ശ്രീ, നമ്മളിപ്പോൾ 2ാമതൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല. വല്ല വിധേന ഞാൻ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും ഞാൻ ആ ഇന്റർവ്യൂ സെറ്റ് ആക്കിയത്. അത് നശിപ്പിക്കരുത്. പിന്നെ എന്താന്ന് വെച്ചാൽ നാളെ ഒരു കൊച്ചു വേണമെന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതിരുന്നാ മതി. എടി, ഇവര് പറഞ്ഞതൊരു കാര്യമില്ലേ? ഇപ്പൊ നീ എടുപിടിയെന്ന് പറഞ്ഞ് ഈ ജോലിക്ക് പോണോ? ഒരു കുഞ്ഞ് വേണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ? അപ്പൊ എന്റെ ആഗ്രഹം അമ്മ, ഇവരൊക്കെ പറയുന്നത് പോട്ടെ എന്ന് വെക്കാം. എന്റെ ആദ്യത്തെ കുഞ്ഞ് അബോട്ട് ആയത് മുതൽ ഈ നിമിഷം വരെ ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുള്ളതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അമ്മയ്ക്കല്ലേ? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ പ്രസവിക്കുന്നത്. ആയിരിക്കാം, പക്ഷെ എല്ലാവരുടെയും പ്രഗ്നൻസി എക്സ്പീരിയൻസ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല അമ്മ. ആദ്യം ജനിച്ച് ഏകദേശം ഒരു 3 മാസം എനിക്ക് കാല് തറയിൽ കുത്താൻ പറ്റത്തില്ലായിരുന്നു. പോരാത്തിന് സിസേറിയന്റെ നടുവേദന വേറെ. അന്നൊക്കെ ഓരോ ദിവസവും ഞാൻ കരഞ്ഞാണ് തീർത്തിട്ടുള്ളത്. ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ ഞാൻ അനുഭവിച്ച ട്രോമ ശ്രീക്ക് പോലും അറിയത്തില്ല. അതെങ്ങനെയാ? അന്നൊക്കെ ശ്രീ എന്നെ കാണാൻ വരുന്നത് ആഴ്ചയിൽ ഒരിക്കലല്ലേ. വന്നാലും കുഞ്ഞിനെ കളിപ്പിച്ചിരുന്നിട്ട് അങ്ങ് പോകും. നിങ്ങൾ ഓരോ തവണ കുഞ്ഞു വേണം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ഫിസിക്കലി മെന്റലി ഓക്കെ ആണോന്ന് ഒരാളെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ?